അല്ലേ കേരള ഇലക്ഷൻ നടക്കുകയാണല്ലോ 9-ാം തീയതി. BJP ക്ലച്ച് പിടിക്കുമോ? കേരളത്തിൽ അവർക്ക് ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പ്രചരണം. എന്റെ നിരീക്ഷണത്തിൽ അവർ പൊരുതുന്ന ചില മണ്ഡലങ്ങളുടെ പേരാദ്യം പറയാം. നേമം, വട്ടിയൂർക്കാവ്, നമ്മുടെ ആറ്റിങ്ങൽ, പാലക്കാട്, ഇത്രയും പിന്നെ കുമ്മനം മത്സരിക്കുന്ന സ്ഥലത്തും ഒരു മത്സരം വന്നിട്ടുണ്ട്. തിരുവല്ലയിലും അത്യാവശ്യം മത്സരമുണ്ട്. ഇതിൽ സീറ്റ് സാധ്യതയായി പിന്നെ പൂഞ്ഞാറും പാലായും ഈ സ്ഥലങ്ങളിലൊക്കെ മത്സരമുണ്ട്. അവര് ശക്തമായി തന്നെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതെല്ലാം 10-ൽ താഴെയാണ്. ഇവർ പറയുന്ന 30 സീറ്റിലൊന്നും അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നേമത്തൊരു പ്രതീക്ഷ അവർ പുലർത്തുന്നത്. മറ്റൊന്ന് ശ്രീലേഖ IPS ഇപ്പുറത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു. ഇനി അടുത്തത് ശോഭ സുരേന്ദ്രനാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് അവർ. പിന്നെ സുരേന്ദ്രൻ, ഇവരെല്ലാം നല്ല കഴിവുള്ളവർ തന്നെയാണ്. ഇതെല്ലാം പറയുമ്പോഴേ രാഷ്ട്രീയത്തിന് ഇതമായി ഈ ശോഭയെ ആളുകളെല്ലാം സ്നേഹിക്കുന്നൊരു സ്ഥാനാർത്ഥിയാണ്. കാര്യം BJP ആണെങ്കിൽ. പക്ഷെ ഒറ്റ വാക്കിൽ പറയാം, ഇവരാരും ജയിക്കില്ല, ഒരു നേരിയ സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയ പറയാൻ പറ്റുന്നത്. 2-ാം സ്ഥാനത്തൊക്കെ പൊരുതി അവർ പരാജയപ്പെടുന്നു എന്ന് നിരീക്ഷിക്കാൻ കാരണം അവർക്ക് ജനപിന്തുണ ഇല്ലാത്തതോ ഒന്നുമല്ല, അവർക്കിടയിൽ തന്നെയുള്ള തൻപോരിമയും ഗ്രൂപ്പിസവും മറ്റേത് പാർട്ടിയെക്കാളും ശക്തമാണ് അവിടെ. അതുകൊണ്ട് അവർ പരസ്പരം വലിച്ചാണ് ഇന്ന് വരെ തോൽപ്പിച്ചുള്ളത്. സുരേന്ദ്രൻ 100-ൽ താഴെ വോട്ടുകൾക്കൊക്കെ തോറ്റതും ഇതുവരെ അങ്ങനെയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആ തോൽവി തന്നെ ആവർത്തിക്കും. ഇപ്പോഴും ഈ വർഷവും 0 ആയിട്ട് BJP തുടരും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു 2-3 സീറ്റ് കിട്ടുമെന്നുള്ള അഭിപ്രായം എനിക്ക് പറയുന്നത്. അത് അവരോടുള്ള ഒരുപക്ഷെ ഇത് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു അകൽച്ചയാകാൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന എന്നുള്ളൊരു കാര്യവും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവരീ പറയുന്ന നേമത്തെ ചന്ദ്രശേഖരേക്കാൾ, അതല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ K സുരേന്ദ്രനേക്കാൾ, പാലക്കാട് നമ്മുടെ ശോഭാ സുരേന്ദ്രനേക്കാൾ സാധ്യത PC ജോർജിനും ഷോണിനും തന്നെയാണ്. ഇനി അവര് ജയിച്ചില്ലെങ്കിലും 2-ാം സ്ഥാനത്ത് നേരിയ വ്യത്യാസത്തിൽ എതിരാളി ജയിക്കാനിടയുള്ളൂ. കാരണം പാലായുടെയും എൻ്റെ കൂടി മണ്ഡലമാണ് പൂഞ്ഞാർ. അവിടുത്തെ സ്ഥിതി നേരിട്ടറിയാവുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഈ ഒരു നിരീക്ഷണം. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ലേ? ഈ രാജീവ് ചന്ദ്രശേഖർ വലിയൊരു അദ്ദേഹത്തെ കൊണ്ട് അവതരിപ്പിച്ച രീതിയെല്ലാം നന്നായിരുന്നു. ഓരോ പ്രസ്താവനകളിലൂടെയും അദ്ദേഹത്തിന്റെ പരിമിതി മനസ്സിലായിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ സമ്പത്താണ് എടുത്തു കാട്ടുന്നൊരു കാര്യം. അപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് പണമുണ്ടെങ്കിൽ മലയാളിക്ക് എന്താ ഗുണം? ആദ്യം വന്ന് ശശി തരൂരിനോട് മത്സരിച്ച് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ശശി തരൂരിനോട് പരാജയപ്പെട്ട ഒരു ചന്ദ്രശേഖരുടെ ഗ്രാമർ ഇപ്പൊ അദ്ദേഹത്തിനില്ല. അല്ല, അത് പാർലമെന്റ് ഇലക്ഷനിലാന്ന് നോക്കണം. അതെ, അത് ഒരു ടെക്കിയെ കൊണ്ടിറക്കുന്നു, കരുത്തനായ ഒരാളെ കൊണ്ടിറക്കുന്നു. ഏഷ്യാനെറ്റിന്റെ ഒക്കെ മുതലാളിയെ കൊണ്ടിറക്കുമ്പോൾ അവിടെ പോൾ ചെയ്തതിന്റെ 7 നോട്ട് മതി ഇവിടെ പോൾ ചെയ്യത്തുള്ളൂ ഇവിടെ. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ നിന്നൊരു 10-50-55 വോട്ട് കൂടി പിടിക്കില്ലേ? അല്ല, ഇപ്പുറത്ത് നിൽക്കുന്ന ശിവൻകുട്ടി കരുത്തനാണ്. അതിന്റെ കാര്യം കൂടി പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തോ ശിവൻകുട്ടി കരുത്തൻ? അത് നമ്മള് ശിവൻകുട്ടി എന്ന മനുഷ്യനെ വിലയിരുത്താത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഈ ശിവൻകുട്ടി എന്ന ആള് നാട്ടിൽ ശിവേട്ടനാണ് നാട്ടുകാർക്ക്. ആയിക്കോട്ടെ, ഇതൊരു വസ്തുത. അത് ഈ ഗ്രൗണ്ട് ലെവലിലെ വസ്തുതയാണ് ഈ പറഞ്ഞു വരുന്നത്. അടുത്തത് ഞാൻ എപ്പോഴും വിലയിരുത്തുന്നതിൽ ഈ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രി, ഏറ്റവും കഴിവുള്ള മന്ത്രി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന, അത് ഇടതുപക്ഷക്കാരുടെ മിക്കവാറും പ്രസ്താവനകൾ വളരെ മോശമാണ്. ഇനി വേണ്ട, വിദ്യാസമ്പന്നനായിട്ടുള്ള നമ്മുടെ വിജയരാഘവൻ എന്താ ചെയ്തേ? അദ്ദേഹം ഇപ്പൊ തന്നെ പ്രതിഭയ്ക്കെതിരെ ഒരാൾ സംസാരിച്ചു. അവിടെ ഒരു ലീഗിന്റെ നേതാവ് വന്ന് മോശം ആയിട്ട് സംസാരിച്ചു. ഇത് തന്നെയാണ് പണ്ട് വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ ചെയ്തത്. അതിനപ്പുറത്തൊന്നും അതിന് കാര്യമില്ല. എന്നതുപോലെ ഒരാളുടെ പ്രസ്താവനയോ ഒരാളെ കുറിച്ച് നമ്മൾ കാണുന്ന പ്രസംഗ പാഠത്തിലെ അഭാവമോ ഇംഗ്ലീഷ് പറയാനുള്ള ബുദ്ധിമുട്ടോ മലയാള ഭാഷയിലെ വൈകല്യത്തിനൊക്കെ അപ്പുറത്ത് അഡ്മിനിസ്ട്രേഷൻ അപാര കഴിവ്. എന്റെ കഴിവിനെ വിലയിരുത്തേണ്ടത് ഈ റബ്ബൊക്കെ നശിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയാണ്. അതിനുശേഷം പ്രൊഫസർ രവീന്ദ്രനാഥ് വന്നു, അത് മെച്ചപ്പെടുത്തി. MA വഴി അടക്കമുള്ളവർ നശിപ്പിച്ചാണ്. MA വഴിയാണ് ഏറ്റവും മോശം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഞാൻ കാണുന്നത്. അത് ഈ ബുദ്ധിജീവികളായിട്ട് ചമഞ്ഞ് നടക്കുന്ന ആളുകളെല്ലാം ഭരണത്തിൽ ഇവർ വട്ടപൂജ്യമായിട്ടും. അതിന്റെ കാരണം അവരൊരു അഹങ്കാരം. ഇവർ ഒന്നാമത് ഇവരുടെ പ്രസംഗം മനസ്സിലാകിയല്ലേ. ശങ്കരാടി മറ്റേ സന്ദേശ സിനിമയിൽ പറയുന്ന ഭാഷകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അന്തർധാരയും പിന്നെ ആഗോളവൽക്കരണവും വ്യക്തിനിഷ്ഠ ഘടകങ്ങൾ
ആത്മനിഷ്ഠ ഘടകങ്ങളോട് ഒന്നിച്ചു വന്നാൽ ആത്മനിഷ്ഠ ഘടകങ്ങളെക്കാൾ വ്യക്തിനിഷ്ഠ ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യമൊക്കെ സംസാരിക്കാം. അതൊക്കെ ഇവരെ പറയുന്ന അവർക്കും പിടിയിട്ടില്ല, നമുക്കും പിടിയില്ല. സാധാരണ ജനങ്ങളുടെ ഭാഷയല്ല. അല്ല, അത് ശിവൻകുട്ടിക്കറിയാം. അദ്ദേഹത്തിന്റെ ഇതെന്താന്ന് വെച്ചാൽ കുട്ടികളുമായുള്ള അദ്ദേഹത്തിന്റെ സമ്പർക്കം കണ്ടിട്ടുണ്ടോ? കുട്ടികൾക്ക് ശിവൻകുട്ടി മാമനാണ്, അല്ലെ അങ്കിളാണ്. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇടപെടുന്ന സ്കൂളുകൾ ഹൈടെക് ആണ്. അടുത്തത് ഇദ്ദേഹം പാഠപുസ്തകങ്ങൾ നേരത്തെയാണ്. പാഠപുസ്തകം പ്രിന്റ് എടുത്തു കൊടുത്ത ആളാണ് നമ്മുടെ ഈ പക്ഷെ ഞാൻ അതൊക്കെ സംഗതി ശരിയാണ്. പക്ഷെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളിന്റെ ഒരു പ്രശസ്തി ഉണ്ട്. അത് സാമ്പത്തിക പുരോഗതി. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ധനാട്ടിന് അദ്ദേഹമാണെന്ന് തോന്നുന്നു മത്സരിക്കുന്നവര്. അതൊക്കെ സംഘം ഏഷ്യാനെറ്റിന്റെ ഓണറുമാണെന്ന് തോന്നുന്നു ആണെന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ BJPക്ക് ട്രിവാൻഡ്രം സിറ്റിക്ക് അകത്ത് BJPക്ക് ഭയങ്കര സ്വാധീനം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര സീറ്റാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP അടിച്ചെടുത്തത്? എവിടെ പോയി CPM-ഉം കോൺഗ്രസും ഒക്കെ? അവിടെ ശ്രീലേഖയും രാജീവ് ചന്ദ്രശേഖറും മുൻതൂക്കം ഉണ്ടാകും എന്നാണ് എന്റെ ഒരു തോന്നൽ. അല്ല, ശ്രീലേഖയ്ക്ക് ഒരു ചാൻസും ഇല്ല. ശ്രീലേഖ എന്താണ്, ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് നിന്ന് താൻ വേറിട്ട എന്തോ കഴിവുള്ള ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പ്രസ്താവനകൾ വഴി പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അല്ല, എനിക്ക് എന്തെങ്കിലും ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് IPS എന്താന്ന് ഒന്നും കാണിച്ചിട്ടില്ല. കാണിക്കാൻ അവസരം കിട്ടി. അവരല്ലേ VIP, അവര് തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ അവരെ മേധാവിയായിട്ട് വെച്ചു, DGP ആക്കി വെച്ചു. ഈ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ആദ്യകാലങ്ങളിൽ, പിണറായിയുടെ ആദ്യകാലങ്ങളിൽ വളരെ നന്നായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കേസുകൾക്കും രാഷ്ട്രീയം വന്നു തുടങ്ങി. അല്ലെങ്കിൽ കേസ് പരിഹാരമായിട്ടാണ് BJP പോയെ. അല്ല, അവർക്ക് ഭരിക്കാൻ പറ്റി. ഇവിടെയാണ് നമ്മുടെ ചർച്ചയുടെ ഒരു പ്രശ്നം കിടക്കുന്നത്. ഇത് ഇടതുപക്ഷം മുഴുവൻ അഴിമതി ആയതുകൊണ്ട് പാല് മോശമായപ്പോ കള്ളു കുടിക്കാൻ തുടങ്ങി. അങ്ങനല്ല. ഇടതുപക്ഷത്തിനകത്ത് അവർക്ക് വിജിലൻസ് ഡയറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ, DGP ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായി. ഞാൻ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും സംശുദ്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. അഴിമതി ഇല്ലാതെ ഏറ്റവും കറക്റ്റഡ് എക്കാലത്തും. അല്ല, ഈ വിജിലൻസ് പിടിച്ച് ഏത് കേസിൽ ആര് ശിക്ഷിക്കല്ല? പാമോയിൽ കേസ് മുസ്തഫയുടെ ശിക്ഷിക്കപ്പെട്ടോ? ഇതിന് പിന്നെ ലാവ്ലിൻ ശിക്ഷിക്കപ്പെട്ടോ? എന്നിട്ട് ഈ രാഷ്ട്രീയക്കാർ പ്രതികളായി വരുന്ന പിന്നെ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ വിജിലൻസ് DGP എന്നൊക്കെ പറഞ്ഞ വലിയൊരു അഴിമതി വിരുദ്ധ അഴിമതികളെല്ലാം അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇരിക്കുന്നതിൽ അർത്ഥമായിരിക്കും. അത് റസൽ സാറിനെ എന്നെയൊക്കെ മാത്രം ലക്ഷ്യമിട്ടുള്ള സംഘടനയാണ്, ഒരു സംവിധാനമാണ്. അവർക്ക് ഒരു നീതിബോധം അതിനകത്തൊന്നുമില്ല. ശ്രീലേഖയിലേക്ക് വരാം. ഈ ശ്രീലേഖ ഇന്ന് ഇത് വിളിച്ചു പറഞ്ഞ ഇവരുടെ മുമ്പിലല്ലേ ഈ VIP-ക്കാരുടെ കേസുകൾ വന്നത്. ഇത്ര വലിയ പുള്ളികളാണ് ഇവര്. മാതാമൃതാനന്ദമയുടെ മഠം റെയ്ഡ് ചെയ്തിട്ടുണ്ടോ? അതെന്താ പറ്റാത്തെ? ഇത്രയും സ്ഥാപനങ്ങളെല്ലാം ചെയ്തില്ല. ഈ നീതിബോധമുള്ള ആൾ എന്താ ചെയ്യാത്തെ? ഇത് എല്ലാത്തോടും ഒരുപോലെ പോണ്ടേ? പണ്ട് ഇദ്ദേഹം ചോദിച്ചാൽ തങ്ങൾമാരുടെ വീട്ടിലേക്ക് ഇടിക്ക് മടിയാണോ? അതെന്താ പേടി? ഇത് വീക്കായ ഇടങ്ങളെ കണ്ട് അവരെന്തെങ്കിലും അവർ തന്നെ കഴിഞ്ഞൊരു പ്രസ്താവന പറയുന്നുണ്ട്. അല്ല, അത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെ ED-യുടെ എത്ര ചോദ്യം ചെയ്യലും അന്വേഷണം അത് പ്രഹസന. ED ശരിയായി ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ED രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട് അല്ലേ? ഇപ്പുറത്ത് ഈ ശ്രീലേഖ IPS തന്നെ പറയുന്നുണ്ട് VIP കിളിരൂർ കേസിലെ VIP അതിന് ശരിയായ വസ്തുതയായിരുന്നു, VIP ഉണ്ടായിരുന്നു. അന്റെ അവർ അറസ്റ്റ് ചെയ്യാനേ അവർക്ക് പവർ ഉണ്ടല്ലോ. ആ VIP ആരാണല്ലോ? അങ്ങനെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ചില നടപടികളിലേക്ക് കടന്നപ്പോഴാണ് അവർക്ക് ചീഫ് മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ വന്നുവെന്നും ആ വിളികളും ആ ബന്ധങ്ങളും കുറഞ്ഞു വന്നു. പിന്നെ അവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് ഇപ്പുറത്ത് വിളി വരികയല്ലേ? BJP അങ്ങനെ വിളിയൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണോ? അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ എത്രയോ അഴിമതി കേസ്, കർണാടക ഭൂമി ഇടപാട്, ആ പുള്ളി നയിക്കുന്ന ഒരു പാർട്ടിയിലേക്കാണോ ഇത്ര നീതിബോധമുള്ള ശ്രീലേഖ ചെന്ന് ചേരുന്നത്? ഈ ഇടതുപക്ഷത്ത് കാണാത്ത എന്ത് മഹിമ അല്ലെ കോൺഗ്രസ്? ചന്ദ്രശേഖർ അത്ര കേസ് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ പാർലമെന്റിൽ കൊടുത്ത ആ കണക്കുകൾ കുറച്ച് 200 കോടി രൂപയുടെ വീടും കുറെ സ്ഥലവും എല്ലാം കൂടെ കർണാടകയിലെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ വേറെ കേസുണ്ട്. അപ്പൊ ആ കേസുകളെല്ലാം കിടക്കുകയാണ്. അപ്പൊ എന്താ അങ്ങനെ ഒരിടത്തേക്ക് അവർ അഭയം തേടിച്ചില്ലെന്ന് എങ്ങനെ? സുരേന്ദ്രന്റെ ഒരു എത്രയോ അഴിമതി കേസ് കിടപ്പുണ്ട്. കിടപ്പുണ്ടല്ലോ. അല്ല, കോഴപ്പണ കേസ് കിടപ്പുണ്ട്. ഇലക്ഷൻ കാലത്ത് ഇപ്പൊ ഞാൻ ഒരു സീറ്റും കിട്ടില്ലേ?
അല്ല, ശീലയുടെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. അവരുടെ നീതിബോധം പറഞ്ഞപ്പോഴേ ശീലയൊക്കെ 3-ാം സ്ഥാനത്താണ് അവിടെ. അപ്പൊ നിൽക്കുന്നത് മുരളീധരനാണ്. മറ്റേ മേയർ ബ്രോയെ അപ്പുറത്ത് നിൽക്കുന്നത്. ഇവർ രണ്ടിൽ ഒരാൾ ജയിക്കാനാ സാധ്യത. അവരുടെ മുമ്പിൽ ശീലയൊക്കെ ഒന്നുമല്ല. അവർ ജയിച്ചു ഒരു വാഗി കൗൺസിലായിട്ടൊക്കെ. പക്ഷെ എപ്പോഴും ട്രിവാൻഡ്രം സിറ്റി ഒരു BJP മുൻതൂക്കമുള്ള ഒരു മേഖലയാണ്. അത് എക്കാലത്താണ്. അതുകൊണ്ടാണല്ലോ നേമത്ത് നിന്ന് കൊണ്ട് O രാജഗോപാൽ ജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ കട്ട പിടിച്ച് നിൽക്കുകയുണ്ടായിരുന്നില്ലേ കുറെ നാളുകളായിട്ട് അവിടെ അസംബ്ലി ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷനും ട്രിവാൻഡ്രം സിറ്റി. നമ്മളത് മനസ്സിലാക്കണം. വർഷങ്ങളായിട്ട് പിടിച്ച് നിൽക്കുകയാണ് അവര്. വർഷങ്ങളായി മഞ്ചേശ്വരം അങ്ങനെയാണല്ലോ. അതെ. എന്നിട്ട് അവിടെ തോറ്റു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം BJPക്ക് പണ്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ പരസ്യത്തിൽ അവർക്കൊരു മുൻതൂക്കമുണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് ഇവരുടെ ആഭ്യന്തര പ്രശ്നം. ഒന്നാമത് ഇവര് താഴെത്തലം മുതൽ കയറി വരുന്ന ഒരു ലീഡറല്ല. ഒരാളെ കൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക, ഇതുമായിട്ട് പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ കൊണ്ട് ഇവരുടെ കുമ്മനം രാജശേഖരനെ ഒരു സുപ്രഭാതത്തിൽ പ്രസിഡന്റ് ആക്കുന്നു. അതിനുശേഷം സുരേന്ദ്രനൊക്കെ അല്ല, ഇത് പ്രസിഡന്റ് ആകാൻ ഒരാൾ വേണ്ട. അതിനകത്ത് ആളില്ലേ? അത് ആ നിൽക്കുന്ന എക്സ് പ്രസിഡന്റുമാരെല്ലാം നിരാശരാണ്. അല്ല, ഇന്നത്തെ പത്മനാഭനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. അല്ല, നമ്മൾ അറിയുന്ന ആള് CPM-ന്റെ ഒരു നേതാവ് ആയിരുന്നു. നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ. പിന്നെ നമ്മുടെ ഗവർണറായി പോയ നല്ല മനുഷ്യനല്ലേ ശ്രീധരൻ പിള്ളയും നല്ലൊരു നേതാവായിട്ടാണ് കരുതിയിരിക്കുന്നത് നമ്മള്. പിന്നെ പോയിട്ട് സുരേന്ദ്രൻ വന്നു. അതിനിടയ്ക്ക് ആരെങ്കിലും വന്നു. പിന്നെ സുരേന്ദ്രൻ കഴിഞ്ഞ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ കുമ്മനം വന്നു. അപ്പൊ ഇവരൊക്കെ ഈ രീതിയിലുള്ള ആളുകളല്ലാതെ ഒരു വേറെ ആളുകൾക്ക് അവർക്ക് പ്രസിഡന്റ് ആകാനില്ല. അവർക്ക് ലീഡറാകാൻ അവിടെ അവര് മതി. അവരെ പോലാണ് ചന്ദ്രശേഖരനും കുമ്മനം രാജശേഖരനും. ഇവര് RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെ ഫുൾ ടൈം പ്രവർത്തകരാണോ? RSS താല്പര്യപ്പെടുന്ന ഒരാളെ നോമിനേറ്റ് ചെയ്യും. ഈ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന CPM-കാരനെ ആർക്കും അറിയത്തില്ലെന്നൊക്കെയാണല്ലോ പറയുന്നത്. അദ്ദേഹം ഒരു വ്യവസായിയോ മറ്റോ ആണ്. ഒരു മുസ്ലിമാണെന്ന് തോന്നുന്നല്ലേ. അവിടെ പോരാട്ട് പിഷാരടിക്കാണ് മുൻതൂക്കം. പക്ഷെ പിഷാരടി മത്സരിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അതെന്തേ? അല്ല, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, ജനങ്ങൾക്ക് വേണ്ടി അടികൊണ്ടവരും പോലീസ് കേസ് നടത്തിയവരും ലോക്കപ്പിൽ കിടന്നത്, ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് എപ്പോഴും ജനങ്ങളുടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് രക്ഷപ്പെടേണ്ടത്. കലയുമായിട്ട് നടന്ന് ഓരോ ദിവസം ഇതെല്ലാം അവർ ബിസിനസ്സാണ്. അവര് ഓരോന്നിനും ഓരോ പ്രോഗ്രാമിനും കണക്ക് പറഞ്ഞ പൈസ വാങ്ങുന്ന ആളുകളല്ല. അവരെല്ലാം അവർക്ക് വേണ്ടി ജീവിക്കുന്നു, കല നടത്തുന്നു, ആളുകളെ ചിരിപ്പിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഉപയോഗം? അല്ല, പാവപ്പെട്ട ഞാൻ ചോദിച്ചു, താഴേക്കുള്ള ജനങ്ങൾക്ക് ഈ കലാകാരന്മാരെ കൊണ്ട് എന്താണ് ഉപയോഗം? ഇവരെ ഒരു എന്റർടൈൻമെന്റ് ആണ് ഇവര് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. വൈകിട്ട് പണിയെല്ലാം കഴിഞ്ഞ് അത്താഴം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇവരുടെ തമാശ പരിപാടി കേട്ടാൻ അത് കേട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ സുഖമാണ്. നമ്മുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇവരെന്തോന്ന് ഇടപെടുന്നത്? മുകേഷ് മത്സരിക്കാൻ പാടില്ല. അതെ. ഈ പിഷാരടി മത്സരിക്കാൻ പാടില്ല. ധർമ്മജൻ മത്സരിക്കാൻ പാടില്ല. പിന്നെ ഈ ബാലകൃഷ്ണന്റെ മോൻ മത്സരിക്കാനേ പാടില്ല. തെറ്റ്. നല്ല മന്ത്രി, കഴിവുള്ള മന്ത്രി, അദ്ദേഹത്തിന്റെ സ്വകാര്യത വിടുക. നഷ്ടത്തിൽ കിടന്ന KSRTCയെ ഈ വിധത്തിൽ മെച്ചപ്പെടുത്തി എന്ന് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തോ? നോ ഇത് കേട്ടെ. ഗണേശൻ എന്ന മനുഷ്യന്റെ പൊളിറ്റിക്സിനെയാണ് എതിർക്കുന്നത്, ആ മനുഷ്യനെയാണ് എതിർക്കുന്നത്. എന്തുവാ? അല്ല, പൊളിറ്റിക്സിനെ എതിർക്കുന്ന കൂട്ടത്തിൽ സമൂഹത്തിന് എന്തെങ്കിലും സന്ദേശം കൊടുക്കുന്ന ഒരു ജീവിത സംസ്കാരം ഉണ്ടാകണം. അല്ലാതെ അപ്പൊ അത് വേറെ ആർക്കും ബാധകമല്ലേ? PK ശശിക്ക് ബാധകമല്ലേ? ബാധകമാണ്. അപ്പൊ ഇങ്ങനെ ശശി വരും, എല്ലാവരും. അത് എല്ലാവർക്കും ബാധകമാണ്. അത് മാറ്റി നിർത്തുക. അവരെ അല്ലാതെ ഈ സെലിബ്രിറ്റികളെ ആ വിധത്തിൽ അങ്ങോട്ട് മാറ്റുക. ഈ KSRTC മുഴുവൻ ആന്റണി രാജു നശിപ്പിച്ചാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? ഒരു ഗുണം ഉണ്ടായില്ല. അപ്പുറത്ത് അതിന് മുമ്പിരുന്ന ഈവൻ ബാലകൃഷ്ണപിള്ള പോലും നശിപ്പിച്ച സാധനമാണ് KSRTC. എന്റെ വീക്ഷണത്തിൽ KSRTC അത്യാവശ്യം മെച്ചപ്പെടുത്തി. ഈ പുള്ളി ബഹളം ചെയ്യുന്നത് KSRTC ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച മനസ്സിലാവും. അങ്ങനെയൊന്നും അതിനകത്തൊന്നും നടന്നിട്ടില്ല. ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നുള്ളൂ. അതൊന്ന് ദേവേന്ദ്രൻ വന്നാൽ KSRTC നന്നാകില്ല. ഏകദേശം നഷ്ടത്തിക്ക് ശമ്പളം കൊടുത്തു തൊഴിലാളികൾക്ക്. അത് തമിഴ്നാട് പോലെ ആയാൽ ചിലപ്പോൾ നന്നായി പറഞ്ഞു വരാം. ശോഭാ സുരേന്ദ്രൻ നമ്മൾ BJPയുടെ വിഷയം. ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ? സാധ്യത കുറവാണ്. അതൊരു നല്ല മത്സരം കാഴ്ചവെക്കാവുന്നതിലപ്പുറത്ത് വിജയസാധ്യത കുറവാണ്, തീരെ കുറവാണ്. ഇനി എന്നാ വിഷയത്തിനകത്ത് നടന്നാലും ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് ജയസാധ്യത ഉള്ളത് PC ജോർജിനും ഷോണിനും തന്നെയാണ്. പക്ഷെ അത് ജയിക്കുമെന്ന് പറയാൻ വയ്യ. നല്ല മത്സരം അവിടെയുണ്ട്. PC ജോർജിന് സാധ്യത ഉണ്ടോ? PC ജോർജ് കഴിഞ്ഞ
ഞങ്ങൾ MLA ആയിരുന്നു. 29,000 വോട്ട് ഭൂരിപക്ഷത്തിൽ സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരാളാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ വോട്ട് കുറഞ്ഞു പോയി. ഇല്ല, പറയാം. അങ്ങനെ നിന്ന PC ജോർജ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, വാക്കുകളിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ 29,000-ൽ മതിമറക്കുന്നൊരവസ്ഥ വന്നിട്ട് നാളുകളെ സപ്പോർട്ട് ചെയ്ത സമൂഹങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് അദ്ദേഹത്തിന്? ഏതാണ്ട് 10,000-ൽ പരം വോട്ടിനാണ് തോക്കുന്നത്. BJP സ്ഥാനാർത്ഥിക്കോ? BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. BJP കുറവാണ്. പക്ഷെ അവിടുത്തെ ഒരു ഡിസൈഡിങ് ഫാക്ടർ മുസ്ലിംസ് ആണ്. മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള സ്ഥലമാണ്. UDF ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വേണമായിരുന്നു ഇടാൻ. പക്ഷെ പൂഞ്ഞാറിലെ അവരുടെ കാൻഡിഡേറ്റ് വീക്കാണ്. ഇപ്പോൾ നിൽക്കുന്ന ആള് അവിടെ അവിടെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുളത്തുങ്കൽ ഈ നിലവിലെ MLA ആണ്. ഈ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നല്ല MLA ആണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം UDF-ലേക്ക് ഇരുന്ന ആളാണ്. മാണിയുടെ കൂടെ ജോസ് കെ മാണിക്കൊപ്പം UDF-ലേക്ക് പോകണം എന്ന് വാദിച്ച ഒരാളാണ്. അപ്പുറത്ത് എതിരെ നിന്നാണ് പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ഒക്കെ. N ജയരാജനോട് നിലപാടെടുത്തോണ്ടല്ലേ ജോസ് കെ മാണി ഇപ്പുറത്ത് പോയെന്ന്. ഇത് ഇടതുപക്ഷക്കാരുടെ മനസ്സിൽ കിടപ്പുണ്ട് ഈ ഒരു പ്രശ്നം. തന്നെയല്ല, കഴിഞ്ഞ തവണ PC ജോർജിന് അനുകൂലമായിട്ട് ഏരിയ സെക്രട്ടറിക്ക് വരെ സസ്പെൻഷൻ വന്നു. ഒരു കൊല്ലം. അത് പരിചയമുള്ള ആൾക്കാരായിട്ട് പേര് പറയുന്നില്ല. അപ്പോൾ അവർക്ക് വരെ സസ്പെൻഷൻ വന്ന് അവരെ തരം താഴ്ത്തിയൊക്കെ നടപടിയെടുത്തു. കാഞ്ഞിരപ്പള്ളിയിലും എരുമേലിലും ഒക്കെ വലിയ അനുകൂലമായിട്ട്. കാരണം ഈ PC ജോർജ് നമ്മൾ അറിയാത്ത ബന്ധങ്ങളുണ്ട്. ദീർഘവർഷങ്ങൾ അദ്ദേഹം MLA ആയിരുന്നു. അടുത്തത് PC ജോർജ് എന്ത് ഇപ്പൊ പുള്ളി നേരിട്ട കുറെ വിപത്തെല്ലാം പുള്ളിക്ക് മനസ്സിലായി. ചില വോട്ടുകൾ കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വോട്ട് കിട്ടുന്ന മണ്ഡലത്തിൽ അദ്ദേഹം കൃത്യ ഇടപെടൽ നടത്തുന്നുണ്ട്. തോറ്റാലും 2ാം സ്ഥാനത്ത് PC ജോർജ് വരും. PC ജോർജിനെ ഏതെങ്കിലും ഒരു സാധ്യതയുള്ളൂ BJP-യിൽ. ജയിക്കുമെന്ന് കരുതാൻ വയ്യ. ഇപ്പോഴും മുൻതൂക്കം ഈ ഇടതുപക്ഷത്തിലെ നിലവിലെ MLA-ക്ക് തന്നെയാണ് അവിടെ. പിന്നെ പാലാ എടുത്താലും അവിടെ ജോസ് കെ മാണിക്ക് തന്നെയാണ് നിലവിലെ മുൻതൂക്കം. അവിടെ കാപ്പൻ 3ാം സ്ഥാനത്ത് പോകും. അല്ലെ ഷോൺ ജോർജ് നല്ല മത്സര കാഴ്ചവെക്കുന്നു. എന്റെ അഭിപ്രായത്തില് BJP-ക്ക് ഒരു നല്ല ഒരു അനുകൂലമായ ഒരു ഘടകങ്ങളും ഒക്കെ ആയിട്ട് കുറെ ലീഡേഴ്സും ഒക്കെ ആയിട്ട് ഒരു കഴിഞ്ഞ ഇലക്ഷനേക്കാളൊക്കെ മെച്ചമായ ഒരു ചുറ്റുപാടില്ല അവരിപ്പോ നിൽക്കുന്നത്. അതെ, പ്രതീക്ഷ നശിപ്പിച്ചു. അതായത് BJP എന്നൊരു പാർട്ടിയുടെ ഭരണം അത് ന്യൂനപക്ഷ വിരുദ്ധത മാറ്റിവെക്കാം. ഇപ്പൊ FCR റദ്ദ് ചെയ്യുന്നതോ പാസ്റ്റർമാരെ ഉപദ്രവിക്കുന്നതോ ഒക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് കേന്ദ്രം നല്ല രീതിയിൽ അത് ഭരിച്ചു കൊണ്ടുപോകും തന്നെ അഭിപ്രായമാണ്. ഇപ്പൊ ജയശങ്കർ ആണെങ്കിലും നമ്മുടെ നിർമ്മല സീതാരാമൻ കേരളത്തെ അവഗണിക്കുന്നുണ്ട്, പണം കൊടുക്കാത്ത അവസ്ഥയുണ്ട്. നിതിൻ ഗഡ്കരി ഇവരെല്ലാം നല്ല രീതിയിൽ രാജ്യം മുൻ സർക്കാരുകളെക്കാൾ നല്ല രീതിയിൽ രാജ്യം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇനി മറുവശം ഇവരുടെ കേരളത്തിലെ അവരവിടെ കളിക്കുന്ന കളിയൊന്നും പോരാ കേരളത്തിൽ. കാരണം ഇവിടെ BJP തന്നെ നോക്കിയാൽ ജയിക്കില്ല. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഈ വിഷയം സംസാരിച്ചാണ്. തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിഞ്ഞില്ലേ? മറിഞ്ഞു. അപ്പൊ പിന്നെ ആ സാഹചര്യം നിലവിലില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പാലായിലും പൂഞ്ഞാറിലും സംഭവിക്കാവില്ല. അത് പാലായിലും പൂഞ്ഞാറിലും വരാം. കാരണം ഈ സുരേഷ് ഗോപിയിൽ വലിയ പ്രതീക്ഷ കത്തോലിക്കർ അർപ്പിച്ചിരുന്നു. അവിടെയുള്ള ആളുകൾ അർപ്പിച്ചിരുന്നു. സുരേഷ് ഗോപി എന്തൊക്കെയോ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെയും കുഴപ്പമില്ല. അദ്ദേഹം ഒരു സഹമന്ത്രിയാണ്. ഈ സഹമന്ത്രി എന്ന് പറഞ്ഞ പ്രസ്താവന നടത്തി പോകാന്നുള്ളതല്ലാതെ മന്ത്രിസഭയിൽ പോലും പുള്ളി കൂടുന്നില്ല. ഒരു സഹമന്ത്രി ഇവിടെ കൂടുന്നില്ല. ഒരു ഓഫീസും കുറെ സ്റ്റാഫൊക്കെ കൊടുക്കും. ഇത്രയുള്ളൂ. അപ്പൊ ജോർജ് കുര്യനാണെങ്കിലും ഇന്നിപ്പോ ഒരു ആഭ്യന്തരമന്ത്രി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ആനന്ദൻ, പേര് പോലും ഓർക്കുന്നില്ല. അദ്ദേഹം ഈ പ്രസ്താവന ഇറക്കാനൊക്കെ ഇവരെ ഉപയോഗിക്കുന്നു. നമ്മൾ പോയി നിന്ന് വിഷമിക്കുന്ന പോലെ. അതായത് മുരളീധരൻ ഒരിക്കൽ നിൽക്കുമ്പോൾ മോഡി കൈ കൊടുക്കാതെ പോയ ഒരു ഇത് കണ്ടിട്ടുണ്ടോ? പലർക്കും കൈ കൊടുത്ത് ഈ പുള്ളിക്ക് കൊടുത്തില്ല. പുള്ളി പിണങ്ങിയിട്ടല്ല, ഇത് ആരാന്ന് അറിയത്തില്ല. ഏതാ BJP-യുടെ നേതാവ് മുരളി കേന്ദ്രമന്ത്രിയല്ലേ? അന്ന് പലർക്കും കൈ കൊടുത്തു പോകുന്നവർക്ക് ഈ പുള്ളി കൈ ഇട്ടു എന്ന് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ മോഡി മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാത്ത പിന്നെ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തോട് പിണങ്ങിയല്ല, മറിച്ച് ഈ പുള്ളി ആരാന്ന് അറിയത്തില്ല. പുള്ളിയിലേ പോയി. കാരണം ഇത് മന്ത്രിസഭ കൂടുന്നിടത്തൊന്നും ഇല്ലല്ലോ. കാരണം വേറെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് എന്നാ പറയുന്നത്. വേറെ എവിടെയെങ്കിലും പോയി MP ആക്കി നോമിനേറ്റ് ചെയ്യും. അതൊന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ പറ്റും. അപ്പോൾ ഇതുപോലായ ഒരാളാണ് അദ്ദേഹം. ഭരണപരിചയമൊന്നുമില്ല. ഇറങ്ങിയിടയ്ക്ക് നല്ല സൂപ്പർ വിഡിത്തങ്ങൾ കുറെ വിളിച്ചു പറഞ്ഞു. മറ്റേ എന്തോന്നാ ഇപ്പം 15,000 വെച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് അക്കൗണ്ടിൽ ഇടുന്ന കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ വൾഗറായൊരു ഭാഷ, തള്ളിത്തെരിയല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ BJP-ക്ക് അനുകൂലമായൊരു സാഹചര്യം ഇപ്പോൾ പണ്ടത്തെ സുരേഷ് ഗോപി ജയിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, അതൊക്കെ നമുക്ക് നമ്മുടെ നാടിനൊരു പാരയാ അതൊക്കെ. അത് പക്ഷെ എങ്കിലും അതേ ഒരാൾക്ക് ഒരു അവസരം. അതുകൊണ്ട് ഞാൻ പറയുന്നത് UDF അധികാരത്തിൽ വരുമെങ്കിലും BJP-ക്ക് 1-2 സീറ്റ് കിട്ടാൻ മേലാഴിയില്ല. രണ്ടും നടക്കുമെന്ന് കരുതുന്നില്ല ഞാൻ. UDF അധികാരത്തിൽ വരുമെന്നും കരുതുന്നില്ല.
ഇത് പറയുമ്പോൾ തന്നെ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വരണം. പക്ഷെ അവർ ആ സാധ്യത അവരും കളഞ്ഞു. സാധ്യത അവർ കളഞ്ഞോണ്ടല്ല, ഈസി ആയിട്ട് അവർക്ക് വരാൻ പറ്റും. സാധ്യത ഒന്നും കളഞ്ഞിട്ടില്ല. അല്ല, മത്സര സാധ്യത വന്നില്ലേ? മത്സര സാധ്യതയിലേക്ക് LDF അവരുടെ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ ശക്തിപ്പെട്ടു. സാറേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഗ്രൂപ്പിലാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അന്ന് ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. പണ്ട് ആന്റണിയുടെ കാലത്ത് ഞാൻ പറയാം, കേരളത്തിൽ ആന്റണിയുടെ കാലത്തുണ്ടായ അത്രയും ഗ്രൂപ്പിസം ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. കുറച്ച് ആളുകളെയും കൊണ്ട് CPM പോയി ഭരണം നടത്തിയ ആളുകളാണ് അവര്. കേന്ദ്രത്തിൽ തന്നെയല്ലേ സംഭവിച്ചത്? കേരളത്തിലെ ജനത 77 ജനത ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കേരളത്തിലെ ജനതാദൾ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന സകല മന്ത്രിമാരും ഇന്ദിരാഗാന്ധിയോട് തെറ്റിപ്പിരിഞ്ഞു പോയി സിൻഡിക്കേറ്റ് കോൺഗ്രസ്, സംഘടനാ കോൺഗ്രസ് എന്ന ആളുകളുടെ ബാക്കി പത്രങ്ങളാണ് ഈ ജനതാദൾ എന്നും പറഞ്ഞു വന്നത്. അങ്ങനെയാണ് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആവുകയും ചെയ്തത്. നമ്മുടെ വളരെ വ്യക്തമായ കണക്കുകളും കാര്യങ്ങളുമാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കോൺഗ്രസുമായിട്ട് നോക്കുമ്പോ ഇന്ന് ഒരു ഗ്രൂപ്പും കോൺഗ്രസ് ഇല്ലെന്ന്. ഇത് എല്ലാം ഈ ചക്രത്തിൽ പോരാ. അല്ല, അത്തരത്തില് ഉള്ള ശക്തി ഇന്ന് കോൺഗ്രസിന് ഇല്ല. ഒന്ന് കോൺഗ്രസിന് ഞാൻ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. കോൺഗ്രസിന്റെ സംഭവിക്കാവുന്ന പരാജയ കാരണങ്ങൾ പറയാം. പിന്നെ ക്യാഷ് ഇല്ല. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതെന്ന്. എന്നാൽ ഇപ്പൊ കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് ഉണ്ടോ? ഉണ്ട്. എന്തോന്നുണ്ടെന്ന് കോൺഗ്രസിനാണ് ഇപ്പം ഹോൾഡ്. അതായത് ആന്റണി എന്ന മനുഷ്യൻ ലീഡ് ചെയ്യുന്നില്ല. ഗ്രൂപ്പ് ഒന്നും ഇല്ല ഇപ്പൊ. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ അത് ഇത്രയും അന്ധമായിട്ട് പൊളിറ്റിക്സ് അല്ല, ആ ഗ്രൂപ്പ് ഇല്ലെന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഈ സതീശൻ നിർത്തിയ കാൻഡിഡേറ്റ് എല്ലാം വെട്ടിയതാരാ? അല്ല, ഗ്രൂപ്പ് സതീശൻ നിർത്തിയ കാൻഡിഡേറ്റുകളുടെ പേര് സാക്ഷാൽ വാഴക്കൻ. ജോസഫ് വാഴക്കന് 25 ലക്ഷം രൂപ മുടക്കി പോസ്റ്റർ മേടിച്ചു, 2500 ഫ്ലെക്സ് മേടിച്ചു. അത് വെട്ടിയതാരാ? അത് പുള്ളി എന്തിനാ അടയ്ക്കാൻ പറഞ്ഞല്ലോ? അയാൾ അടിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആരും പറഞ്ഞൊന്നുമില്ല. പറഞ്ഞെന്ന് ചെയ്യാൻ പറ്റുമോ? ഹൈക്കമാൻഡിൽ നിന്ന് ഹൈക്കമാൻഡ് എന്തൊരു പോളിറ്റ് ബ്യൂറോ, എന്തൊരു ഹൈക്കമാൻഡ്? ഒന്നുമില്ല. അല്ല, ഹൈക്കമാൻഡും ഇല്ല, പോളിറ്റ് ബ്യൂറോ ഇല്ല. രണ്ട്, അതായത് കോൺഗ്രസിന് നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾ വിസ കിട്ടുന്നതിന് മുമ്പ് പോയിട്ട് പ്ലെയിൻ ടിക്കറ്റ് എടുത്ത കാര്യം നടക്കും. അതൊക്കെ സംഭവിച്ചേക്കുന്നത്. വിസ കിട്ടിയിട്ടേ ടിക്കറ്റ് എടുക്കാവുള്ളൂ. അതൊക്കെ സാങ്കേതികമാണ്. അതായത് ഈ പൊളിറ്റിക്സ്, ഈ കോൺഗ്രസിന് 2 MP സ്ഥലം കേരളമാണ്. 18 അല്ലേ MP വേറെ 2 MP അടുത്ത CPM എന്ന് പറഞ്ഞ ഒരു പാർട്ടി പ്രാദേശിക പാർട്ടിയായിട്ട് ചുരുങ്ങി AKG സെന്ററിന് കറണ്ട് ചാർജ് അടയ്ക്കുന്ന കേരളത്തിൽ നിന്നാണ്. അവിടെ കറണ്ട് ചാർജ് അടയ്ക്കണ്ടേ? അതിന്റെ അടുത്ത് നമ്മുടെ IPCയുടെ 2 ഒരുപോലുള്ള കെട്ടിടമാണ് ഡൽഹിയില്. അപ്പോൾ IPCയുടെ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഒരു സ്വതരാഴ്ച എടുത്താൽ മതി. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് നോർത്തേൺ. അപ്പോൾ ഇതിന്റെ അപ്പുറത്തെ AKG സെന്റർ ഞാനിവിടെ പോയി സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. AKG സെന്റർ അല്ല, നമ്മുടെ IPC. അപ്പോൾ നമ്മുടെ പെർസീസിന്റെ ഒക്കെ ചർച്ച് KT തോമാച്ചന്റെ. അപ്പോ ഈ സ്ഥാപനം ഓടണ്ടേ? അവിടെ PV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് വെറുതെ കൂടുക. അവൈലബിൾ PV എന്നൊക്കെ പറഞ്ഞ് അവരവിടെ കൂടുക, ചായ കുടിച്ച്. പിണറായി പറയുന്ന കാര്യം ഒന്നും പറയാനില്ലാത്തോണ്ട് ബേബി സഖാവ് അമേരിക്കയെതിരെ എന്നൊക്കെ പറയുക. അവിടെ ഉണ്ട് ട്രംപിന്റെ യുദ്ധം, ആഗോള രാഷ്ട്രീയം, അതൊക്കെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാം. ഇവിടെ പിണറായി കാര്യങ്ങൾ ചെയ്യും. അല്ല, അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ PV എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. നാഷണൽ കൗൺസിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിന്റെ കമ്മിറ്റി അത്ര ഞങ്ങളുടെ പേര് തന്നെ കേൾക്കാൻ നല്ല വെയിറ്റ് അല്ലേ? പോളിറ്റ് ബ്യൂറോ പണ്ടുണ്ടായിരുന്നു. പണ്ട് ആ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു. അവർക്ക് ഭരണമുള്ള കാലത്തും AKG അതിനുശേഷവും സുന്ദരയ്യ, അതുപോലെ നമ്മുടെ ആ ഒരു വലിയ അതിനുശേഷം ഹർകിഷൻ സിംഗ്, സുർജിത്തും അതിനുശേഷവും ഒക്കെ നിലനിന്നിരുന്നു. ഏതാണ്ട് കാരാട്ടിന്റെ കാലം വരെയൊക്കെ നിലനിന്നിരുന്നു, കഷ്ടിച്ച്. അതോടുകൂടി അത് കേരള നേതാക്കന്മാര് തലയെടുപ്പോടുകൂടി വന്നതോടുകൂടിയാണ് അത് പൊളിഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഈ പിന്നെ BJP ഗ്രൂപ്പിസം ഉണ്ട്, ഭയങ്കര ഗ്രൂപ്പിസം അല്ലേ? LDF-ലുണ്ട് ഗ്രൂപ്പിസം. ആ ഗ്രൂപ്പിസം പ്രകടമാണ്, നമ്മൾ കാണുന്ന വിധത്തിലല്ലത്. CPM-ൽ വലിയ ഗ്രൂപ്പിസം ഉണ്ട്, CPI-ൽ വലിയ ഗ്രൂപ്പിസം ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ കാണാത്ത തരത്തിൽ അല്ല. അത് ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടുകളിലാണെങ്കിലും ഉണ്ടല്ലോ, 4 പേര് കൂടുന്നിടത്ത് വീടുകളിലെ ഗ്രൂപ്പിസം പോലെ പൊളിറ്റിക്സിൽ സംഭവിക്കുന്ന അധികാര രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന്റെ സുഖം വളരെ വലുതാണ്. വേറെ ഏത് ലഹരിയും ട്രീറ്റ് ചെയ്ത് മാറ്റാം. മദ്യം ഇത് G. സുധാകരൻ ഒന്നുകൂടെ മന്ത്രിയാകണമെന്നാ, അല്ലാതെ നയവും പരിപാടിയും വെച്ചിട്ടല്ല. G. സുധാകരൻ ഒന്നുകൂടെ മന്ത്രിയാകണം. കരുണാകരനെ ലാസ്റ്റ് മരിക്കുന്നിടം വരെ മുഖ്യമന്ത്രിയാകണം. BS-നും ആകണം. എല്ലാവരെയും പ്രായത്തിൽ 75 പ്രായപരിധി. പക്ഷെ പിണറായി വിജയന് 80-82 അങ്ങോട്ട് പ്രായമാകാണ്. എന്നിട്ടും പറ്റുന്നില്ല.
അതിനെന്താ ന്യായീകരണം? പുള്ളി വളരെ കാര്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ പ്രായപരിധി വെച്ചു, അപ്പോൾ അത് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ജി സുധാകരനെ ഒഴിവാക്കി, ഞാൻ 2 തവണ ഫോൺ വിളിച്ചു. അതിന്റെ അർത്ഥം എന്താ? പുള്ളിക്ക് ഇവരെക്കാൾ ഇദ്ദേഹത്തെക്കാൾ നല്ല ആരോഗ്യമുണ്ട്. AK ബാലനും മറ്റേ തോമസ് ഐസക്കിനും ഒക്കെ കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരുത്തൻ മാത്രം. എന്നിട്ട് പറയാം അത് പാർട്ടി എന്നെ ഇങ്ങനെ ചുമതലപ്പെടുത്തിയാൽ ഞാൻ ചെയ്യാതിരിക്കാൻ നോക്കുമെന്നുള്ള നിലയിൽ. ഇതാരും നിർബന്ധിക്കുന്നതല്ല. അവിടെയുള്ള കുഴപ്പം വെച്ചാൽ ഒരു നേതൃത്വം ഇപ്പുറത്ത് ഈ ഗ്രൂപ്പിനെ നയിക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഒരാൾ ലീഡറായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സ്വേച്ഛാധിപതിയായിട്ട് മാറും. അങ്ങനെ ചരിത്രം നമ്മൾ അങ്ങനെ അല്ല, അത് കോൺഗ്രസിൽ അങ്ങനെ കാരണമായിരിക്കും. എവിടെ ഹൈക്കമാൻഡ് വല്ലതും ഉണ്ടോ? അത് എല്ലാം അങ്ങനെ ഏകാധിപത്യം നടക്കുള്ളൂ. ഈ മല്ലികാർജുന ഏതായാലും BJP ആണ് നമ്മുടെ വിഷയം. അല്ല, മൊത്തത്തിൽ പറഞ്ഞ രാഷ്ട്രീയം പറയുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞു പോകും. അപ്പൊ ഈ BJPയുടെ ഇവിടുത്തെ ക്യാമ്പയിനിങ്ങിൽ പറ്റിയൊരു പരാജയം, ഈ നമ്മുടെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ന്യൂനപക്ഷങ്ങളാണ്, മതന്യൂനപക്ഷങ്ങളാണ്. മതന്യൂനപക്ഷം വെച്ചാൽ മുസ്ലിംസ് ആണ് നമ്മുടെ ലീഡിംഗ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ. രണ്ടാമത് ക്രിസ്ത്യൻസ് ആണ്. ഇവർ രണ്ടുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ ഹിന്ദു വോട്ടുകളെക്കാൾ കൂടുതലാണ്. ഈ ഉറച്ച ഹിന്ദു വോട്ടെന്ന് പറയുന്നത് നായർ വോട്ടാണ്. പക്ഷേ ഈ പരമ്പരാഗത ഈഴവ ദലിത് വോട്ടുകളെല്ലാം ഇടതുപക്ഷത്താണ്. കൂടെ കിട്ടുന്ന ഇതര വോട്ടുകളും ചേർത്ത് അവരുടെ വോട്ട് ബാങ്ക് ശക്തമാണ്. ഇപ്പൊ ചെറിയ വിള്ളലുകൾ വീഴിക്കാൻ BDJs ഒക്കെ പറ്റിയെങ്കിലും ഇപ്പൊ BDJs ഒക്കെ പുറകിലായിപ്പോയി. അപ്പൊ ഇവരിവിടെ വന്നിട്ട് ഒരു മതന്യൂനപക്ഷത്തെ കൂടെ നിർത്താനാണ് ശ്രമിച്ചത്. അത് ക്രൈസ്തവരെയാണ്. ക്രൈസ്തവരോട് ഇവർക്ക് പറയാനൊരു ഭാഷ്യമില്ല. നമുക്ക് എന്താണ് ചെയ്യുന്നത് പറയാൻ ഭാഷ്യമില്ല. അപ്പൊ ക്രൈസ്തവരെ ഒപ്പം നിർത്തി ജയിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഈ വടക്കേണ്ടിൽ ഇത്രയും ഉപദ്രവിച്ച് എന്ത് ന്യായീകരണ ചെന്ന അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടും. കാരണം FCR ശരിയായി കിട്ടിയാൽ മതി, ബിഷപ്പുമാർക്ക് ഇഷ്ടപ്പെടും, സഭാനേതൃത്വം ഇഷ്ടപ്പെടും, തല്ലു നിർത്തിയാൽ മതി. അല്ല, അവർക്ക് ഇപ്പൊ ഇഷ്ടപ്പെടും. പക്ഷെ ജനങ്ങളെടുത്ത് നീ കന്യാസ്ത്രീകളെ ഉപദ്രവിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? എന്ത് പറയൊരു? അത് പറ്റില്ല. അവിടെ ഒരു പാളിച്ച പറ്റി. BJPക്ക് വരാനൊരു വഴി കിടപ്പുണ്ടോ? പറ്റാത്തൊരു വഴി. BJP ലീഗ് കൂടെ സഖ്യമായാൽ മതി. പറ്റുമെങ്കിൽ OICക്കൊക്കെ ആകുന്ന അവർക്കാണോ പറ്റില്ലാത്ത? ലീഗിനെ കൂടെ കൂട്ടിയാൽ മതി. ലീഗിനെന്നല്ല, ലീഗിനെ മുഖ്യമന്ത്രിയാക്കും, കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞ് കൂടെ കൂടിയാൽ മതി. കാരണം ഇത്രയും വലിയൊരു ന്യൂനപക്ഷം കൂടെ കിടക്കുകയല്ലേ. പക്ഷെ കുഴപ്പം ഇതാ, അപ്പുറത്ത് ചെയ്യുന്ന മുസ്ലിങ്ങളെല്ലാം ചുട്ടുകരിച്ചിട്ട് അവരെല്ലാം ഉപദ്രവിച്ചിട്ട് ഇവിടെ വന്നാൽ ഇവർ കൂടെ നിൽക്കുമോ? എങ്ങനെ പറ്റും? അപ്പൊ ഇവർക്ക് അതിർത്തി വിട്ട വേറൊന്നാ സംസ്കാരം. അതുകൊണ്ട് എന്റെ വാക്കിൽ കേൾക്കുന്ന സുഹൃത്തുക്കൾ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരും മനുഷ്യത്വമുള്ളവരുമാണെങ്കിൽ നിങ്ങൾ പേര് കൊണ്ട് പോലും ഹൃദയം കൊണ്ട് പോലും BJPനെ ചിന്തിക്കരുത്. കാരണം അത്ര അപകടകരമാണ് ആ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം. എന്താണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് സംസാരിക്കുന്നത്? വളരെ കഷ്ടമാണ്. കോടതി ശാസിച്ചു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടോ എന്ന് പോലും അത്ഭുതമാണ്. കാരണം എന്താ? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ഈ ഗോപാലകൃഷ്ണൻ പറയുന്ന ഗുരുവായൂരൊരു ഹിന്ദു ജയിക്കണം, അതായത് ഒരു ഇലക്ഷന്റെ നോംസ് ഉണ്ട്, അതുപോലും പാലിക്കാതെ പറയുന്ന വിഡിത്തമാണ് ഇവരുടെ വായിന്ന് പുറത്ത്. അഡ്വക്കേറ്റ് ജയശങ്കർ സൂപ്പർ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട്. കാരണം ഒരു സമുദായം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോയി നിന്ന് ന്യൂനപക്ഷം ജയിച്ചു വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പുള്ളി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മോശപ്പെട്ട രീതിയിൽ അത്രയും സമൂഹത്തിന് വേണ്ടി കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ക്രിസ്ത്യൻസ് ജയിച്ചിട്ടുണ്ട്. അല്ല, ഈ ഷാഫി പറമ്പിലൊക്കെ അങ്ങനെ ജയിച്ചു. തീർച്ചയായിട്ടും അത് എല്ലാ ഇപ്പൊ താനൂര് VS ജോയി ജയിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസാരാ ജയിക്കുന്നത്, മുസ്ലിംസിന്റെ വോട്ടുകളാണ് ജയിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ജാതിയും മതവും വെച്ച് വോട്ട് എണ്ണി മേടിക്കാൻ നോക്കുന്ന പ്രവണത തെറ്റാണ്, മോശമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. പക്ഷെ പൊതുവിൽ കുറെ ടോപ്പ് ലീഡേഴ്സ് എല്ലാം കൂടെ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വന്നു. ഏഷ്യാനെറ്റിന്റെ തലവനാണ്, അത് ധനാഢ്യനാണ്. പല നിലകളിൽ ഉള്ള ഒരു വലിപ്പമേറിയ ഒരു സാന്നിധ്യം ഇപ്പം BJPക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ 1-2 സീറ്റിലേക്ക് ജയിച്ചേക്കാം. അവര് UP പോലാക്കാന്നാ പറയുന്നത്. നമ്മൾ UP ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം. എന്റെ പൊന്നപ്പോ അത് ആ സ്വാമിമാരൊക്കെ BMW കാറിൽ വന്ന്, അങ്ങനെ വലിയ നല്ല കാറിലാണ് വന്നത്. തുണിയില്ലെങ്കിലും സഞ്ചരിക്കുന്നത് നല്ല രീതിയിലാണ്, ഒരു കോടികളുടെ കാറില്ല. അനുഗ്രഹിച്ചല്ലോ. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം, ഈ അനുഗ്രഹം പറ്റുന്നുണ്ടോന്നൂടെ നോക്കാം. അതെ, നമ്മുടെ ഏതായാലും അഘോരി സന്യാസിമാരായാലും അനിൽ സാർ പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയില്ല. എന്റെ നിരീക്ഷണം അങ്ങനെയാണ്. BJPക്ക് ഒരു സ്കോപ്പ് ഇത്തവണ ഇല്ല. പിന്നെ അവര് ഉത്സാഹിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ എന്നുള്ളൊരു നിലയിൽ പ്രവർത്തിച്ചാൽ ഇത്രമാത്രം BJP സ്ട്രോങ് അല്ലായിരുന്ന ഒരു കാലത്താണ് നിയമത്തിൽ നിന്ന് രാജഗോപാൽ. അതൊരു നല്ല മനുഷ്യനല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാജഗോപാലും ശ്രീധരൻ പിള്ളയൊക്കെ നല്ല ആളുകളാണ്, നല്ല മനുഷ്യരാണ്. മോശപ്പെട്ട പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരാണ്, അങ്ങനെ പറയാൻ പറ്റും.
അതിനകത്തൊരു അടവുണ്ട് കേട്ടോ, അതൊരു ഒരു തന്ത്രമാണ്. ഈ BJPയുടെ RSന്റെ നേതാവ് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്, നല്ല സംസ്ഥാനതല നേതാക്കളുണ്ട്, സംസാരിക്കുന്ന ഫോൺ വിളിക്കുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് RSS. എത്ര മാന്യം അവരിടപെടുന്നത്. ഞാൻ പാലക്കാട് പോയിട്ടൊരു യോഗത്തിൽ ഇവർക്കെതിരെ പ്രസംഗിക്കുക, അവർ ഫ്രണ്ടിരുന്ന് കേൾക്കുക. ഒരു അടച്ചിട്ട റൂമിലാണ്, അവർ വളരെ മാന്യമായിട്ട് അത് കഴിഞ്ഞ് ചർച്ച ചെയ്തു. ഇടപെട്ടതൊക്കെ ചായ കുടിച്ചൊന്നിച്ചാ പിരിഞ്ഞു. അതെ, ഞങ്ങൾ പ്രാവശ്യം ഇവിടെ ഹോട്ടൽ എയർപോർട്ട് ഹോട്ടലിൽ ചെന്ന് കഴിച്ചിരുന്ന ശ്രീധരൻ പിള്ള അവിടെ വന്ന് അന്ന് BJP പ്രസിഡന്റാ. ഞങ്ങളുടെ ബില്ലിലൂടെ പുള്ളി അമേരിക്കക്കാരനാ ഞങ്ങളിവിടെ കഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. അപ്പം പോരാൻ നേരത്തെ ഞാനൊരു വിഷയം ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ ബില്ലിലൂടെ ഞങ്ങൾ കൊടുക്കാൻ ശ്രീധരൻ പിള്ള. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ക്രൈസ്തവ്യതയുടെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് പുള്ളി പരിചയപ്പെടുന്നത്. അപ്പോ പെന്തക്കോസ്തുകാരെ പ്രൊമോട്ട് ചെയ്ത് പുള്ളി സംസാരിച്ചു. മദ്യപിക്കാത്തൊരു സമൂഹം കേരളത്തിൽ ക്രൈസ്തവരുണ്ട്, അത് പെന്തക്കോസ്തുകാരെ നമ്മളെ കുറിച്ച് പറയും. ആ വഴിക്കാണ് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തത്. അത് കഴിഞ്ഞ് യാദൃശ്യമായിട്ട് കണ്ടു. ഞങ്ങൾ എന്നിട്ട് പുള്ളിക്ക് ബില്ല് കൊടുക്കണം നിർബന്ധം. ഞാൻ പറയും, സാറേ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, ഞങ്ങൾ കൊടുത്തോളാം എന്നൊക്കെ പ്രകടനത്തിന്റെ പുള്ളി. അപ്പൊ വലിയ മനുഷ്യസ്നേഹികൾ ഇടപെടാൻ ഇതാണ്. കാലടി പോലെ ഒരു മാധ്യമത്തിന്റെ ലേഖനുണ്ട്, മാധ്യമ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം, തീവ്രവാദികളുടെ പത്രം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന്റെ RSS ആയിട്ട് വളരെ അടുത്ത ആളാണ് അതിന്റെ ലേഖകൻ ഇവിടുത്തെ. എന്റെ അടുത്ത സുഹൃത്താ പുള്ളി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പൊ നല്ല മനുഷ്യരല്ല, അത് സാമൂഹ്യ ജീവിതം അങ്ങനെയാണ്, അങ്ങനെ വേണം. പക്ഷെ ഇവിടെ ഇവരെ പൊളിറ്റീഷ്യനെ ഞാനും എതിർക്കുന്നത്. ഇവരെ രാഷ്ട്രീയ ഹിന്ദുത്വ. അതെ, തീർച്ചയായിട്ടും. ആ ഹിന്ദുത്വയോ ഇനി ഈ ക്രിസ്ത്യൻ സ്റ്റേറ്റിനെ എതിർക്കേണ്ടതല്ലേ? അതെ അതെ അതെ. ഈ ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന രാഷ്ട്രീയം, ക്രിസ്ത്യാനി ഇവിടം ഭരിക്കണം, ഇന്ത്യ ക്രൈസ്തവ രാജ്യമാക്കണം, ആ അജണ്ടയ്ക്ക് പിന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അടുത്ത ഈ ജിഹാദികൾ ഭരിക്കണം, ബാക്കിയില്ല. ബാക്കി ഇവിടെ നിൽക്കാൻ ഞങ്ങൾ പറയുന്ന കേട്ട് നിൽക്കാം. ഈ ബോധത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. തീർച്ചയായിട്ടും. ചുരുക്കത്തിൽ എന്റെ നിരീക്ഷണം, ഒരുപക്ഷെ അത് പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയാം, ഒരുപക്ഷെ എന്റെ ആഗ്രഹമായിരിക്കാം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോടും അതിനെ പിന്തുണയ്ക്കുന്ന RSSനോടുമുള്ള നമ്മുടെ ചിരപുരാതനമായ വിയോജിപ്പുകളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. അപ്പൊ അവരിൽ ഒരാൾ ജയിച്ചാൽ അസഹിഷ്ണുതയൊന്നുമില്ല, പക്ഷെ അത് തെറ്റായൊരു സന്ദേശം കേരളക്കരയ്ക്ക് നൽകും. വീണ്ടും അവർക്ക് ഗ്രിപ്പ് ഉറപ്പിക്കാൻ അത് വഴിയാകും. നേമത്ത് പണ്ട് രാജഗോപാലിന് സംഭവിച്ചതെന്തോ അത് തന്നെ വീണ്ടും തുടരണം. ഏതെങ്കിലും ഒരു മതേതര പാർട്ടി, യുക്തമെന്ന് തോന്നുന്നൊരു മതേതര പാർട്ടി ജയിക്കണം. ഇതാണ്, എല്ലാ പരിമിതികളുണ്ടെങ്കിലും ഒരു മതേതര കക്ഷി ജയിക്കണം. അതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത്. ഓക്കെ, താങ്ക് യു.